ഇന്ന് നമ്മൾ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റ്യൂവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങല്ല ചേർത്തിരിക്കുന്നത്, മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പോൾ അത് ചേർത്തിട്ട് എങ്ങനെയാണ് സ്റ്റ്യൂ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നമ്മളിതിൽ പച്ചക്കറിയായിട്ട് എടുത്തിരിക്കുന്നത് ക്യാരറ്റും പിന്നെ മത്തങ്ങയാണ് കേട്ടോ. മത്തങ്ങ സാധാരണ സ്റ്റ്യൂവിൽ ചേർക്കാറില്ലല്ലോ. പക്ഷേ ഇതൊക്കെ ചേർത്തിട്ടും സാധാ സ്റ്റ്യൂവിനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. മണത്തിലും ടേസ്റ്റിലും ഒന്നും ഒരു വ്യത്യാസമില്ല. കണ്ടില്ലേ, നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റ്യൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ അരക്കപ്പിനേക്കാളും കൂടുതലുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം. ഗ്രീൻ പീസ്, ഇത് മഞ്ഞ ഗ്രീൻ പീസാണ് കേട്ടോ. പിന്നെ ഒരു മധുരക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, പിന്നെ 1-2 ക്യാരറ്റ്, അത്രയും മതി കേട്ടോ. ആദ്യം നമ്മൾ ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ച് വയ്ക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളമാണ്. എത്ര നെകക്കെ നിൽക്കണേലും കുറച്ചും കൂടെ പൊന്തി നിൽക്കണം അത്ര വെള്ളത്തിൽ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ 5 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് വേവിച്ചാൽ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് നാളികേരപ്പാൽ വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1/4 പാലെടുത്തു. 1 കപ്പ് നാളികേരമാണ് കേട്ടോ എടുത്തത്, ചെറിയത്. പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി 2/2 പാലും എടുത്ത് വെച്ചു. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ ക്യാരറ്റ്, പിന്നെ മത്തങ്ങ. അങ്ങനെ നമ്മളിത് കുക്കറിലാണ് ഇന്ന് സ്റ്റ്യൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക കുറേശ്ശെ ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ ചെറുതായി അരിഞ്ഞത് ആദ്യം അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചത്, പച്ചമുളക് എരിവ് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതൊന്നും പച്ചമുളക് നന്നായിട്ടൊന്ന് മൂത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള ഇടാം. സവാള അധികം ഇങ്ങനെ കളർ മാറണ്ട. സവാളയുടെ കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റ്യൂവിൻ്റെ കളർ മാറില്ലേ. അപ്പോൾ സവാള അധികം കളർ മാറാണ്ട് നമ്മളതിലേക്ക് പിന്നെ ഈ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഇട്ട് കൊടുത്തു. ഇത് ഉരുളക്കിഴങ്ങിന് പകരമാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കണമെന്ന് വെച്ചാൽ അതുകൊണ്ട് ചെയ്യാം. സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓരോ വെജിറ്റബിളും 1 മിനിറ്റ് വീതം ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ. അതിലിട്ട് വഴറ്റി മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. പിന്നെ അടുത്തത് നമ്മൾ ക്യാരറ്റ് ഇട്ടു. അതും 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ അവസാനം മത്തങ്ങ ഇട്ടു. അങ്ങനെ എല്ലാം കൂടെ 3 മിനിറ്റാണ് നമ്മളൊന്ന് വഴറ്റിയെടുത്തത്. 2-3 അത്ര സമയം വഴറ്റിയാൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടു, കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളവിടെ 1/4 പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, 1/4 പാലല്ല 2/4 പാൽ. 1/4 പാൽ നമ്മൾ അവസാനം ഒഴിക്കുക. ആ 2/4 പാൽ ഇതിലേക്ക് ഒഴിക്കുക. അതെ, ഇത്ര വെള്ളമാണ് കേട്ടോ വേണ്ട. കുറേ അധികം പാലെടുക്കണ്ട. ഒരു 1/4 കപ്പോളം പാൽ കിട്ടിയാൽ മതി. 1.5 കപ്പ് നാളികേരപ്പാൽ മതി ഈ അളവിൽ. അങ്ങനെ അത് മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തപ്പോൾ അതേ ഇങ്ങനെ തുറന്നപ്പോൾ ഇങ്ങനെയായി. ഇതിപ്പോൾ നമുക്ക് പിരിഞ്ഞ പോലെയൊക്കെ തോന്നും. അതൊന്നും കാര്യമാക്കണ്ട, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. നാളികേരപ്പാൽ പിരിഞ്ഞ പോലെയാണ് തോന്നുക കേട്ടോ. അങ്ങനെ അത് വീണ്ടും വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വന്നു തുടങ്ങി, കുറുകി വന്നു തുടങ്ങി എല്ലാം കൂടി ഇട്ടപ്പോൾ. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ അരപ്പും കൂടി ഉണ്ട് കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ നാളികേരം ചെരുകിയതും ഒരു 5-10 കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കുക. അപ്പോൾ കുറച്ചും കൂടെ നല്ല രസം ഉണ്ടാവും നമ്മുടെ സ്റ്റ്യൂവിന്. അങ്ങനെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ആ അരച്ച് വെച്ച കാഷ്യൂനട്ടും കോക്കനട്ടും കൂടിയുള്ള പേസ്റ്റും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മളെപ്പോഴും സ്റ്റ്യൂ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഈ അരപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്വാദുണ്ട് സ്റ്റ്യൂവിന്. പിന്നെ കുറച്ചും കൂടെ ഒരു റിച്ച് ആവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് തിളച്ചൊക്കെ വന്നു. ഇനി സിമ്മിലിട്ടിട്ട് നമ്മൾ 1/4 പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, അതൊരു 1/2 കപ്പിൻ്റെ അടുത്ത് വരുള്ളൂ. അത്രയും 1/4 പാലുണ്ടായിരുന്നു. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഒന്ന് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റ്യൂ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.